പരഗതിയോ ചോദ്യമാണ് കേട്ടോ, അഭിപ്രായമല്ല ഷഫീറെ. ആ ഉദ്യോഗസ്ഥർക്ക്, സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ഗതി എവിടെ? പരഗതിയോ? ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഏതൊക്കെ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നു? സത്യസന്ധതയ്ക്ക് പോയ 5 വർഷത്തെ വിലയിടുമ്പോൾ ത്രാസ് എവിടെ നിൽക്കും? ഭൂമി കൈമാറ്റത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രിമാർക്കാണെന്നും ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കില്ലെന്നും ചീഫ് സെക്രട്ടറി PK മുഹന്തി വ്യക്തമാക്കുമ്പോൾ ഫക്രുദ്ദീൻ നാം നിർത്തിയെടുത്തു നിന്നാണ്. അതായത് ഈ ചർച്ച പോകുമ്പോൾ ഡോക്ടർ വേണുമോഹൻ പറഞ്ഞതാണ്, ചീഫ് സെക്രട്ടറി പറയാൻ പാടില്ല, ജേക്കബ് തോമസ് പറയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ജേക്കബ് തോമസ് എവിടെ നിൽക്കും? കൂട്ടുനിൽക്കുന്ന വിൻസെന്റ് പോൾ എവിടെ നിൽക്കും? ഇത്തരം കാര്യങ്ങൾക്കുള്ള പ്രസക്തി വരുമ്പോൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് പോയ 5 വർഷത്തെ ചില പ്രത്യേക മൊമെന്റ്സ് എടുത്ത് ഒന്ന് ക്യുക്കായിട്ട് പോയാൽ ഈ ഡോക്ടർ വേണുമോഹന്റെ ചിന്ത അതിൻ്റെതായ രീതിക്ക് തന്നെയാണോ പോകുന്നത്? അതിന്റെ കൂടെ ഒന്നുകൂടെ പറയാം, കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച IAS കാരനായിരുന്നു അൽഫോൺസ് കണ്ണന്താനം. അതിന്റെ അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? LDFന്റെ CPMന്റെ പിന്തുണയോടെ കാഞ്ഞിരപ്പള്ളി MLA ആയി. ഇന്ന് അദ്ദേഹം BJPയുടെ നേതാവായി. ഇവരുടെയൊക്കെ വഴികൾ അതിലൂടെ പോകാൻ വേണ്ടിയാണ്. മാറി ചിന്തിക്കാൻ പാടില്ല. അല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അൽഫോൺസ് കണ്ണന്താനത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇട്ട് കാര്യങ്ങൾ വൈമാറ്റുന്ന സ്ഥിരം അജണ്ടയാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ സർവീസ് ചട്ടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ IAS ആരും ഉണ്ടാകാൻ പാടില്ല, ടോയ്ലറ്റ് പോകാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് അങ്ങനെ കിടക്കും. അതിലേക്ക് ആലോചന പ്രവീൺ ചൂണ്ടിക്കാണിച്ചത്. ഇതൊക്കെ പറയുമ്പോഴും DGP എവിടെ പോസ്റ്റ് ഇടുന്നു? ജേക്കബ് തോമസ് പറഞ്ഞത് പബ്ലിക് മീഡിയയിൽ പറഞ്ഞത് തെറ്റാണെന്ന് പോസ്റ്റ് ഇടുന്നത് സോഷ്യൽ മീഡിയയിൽ. അല്ല, അത് കാലോചിതമായ മാറ്റങ്ങൾ അതിന് വരേണ്ടതാണ്. എങ്കിലാണ് അത് പൊതുവെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നത് ഈ സെൻകുമാർ തന്നെ കലാഭവൻ മണിയായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. എന്താ പറഞ്ഞത്? മോഹൻലാലോ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ജയറാമാണ് മണി ചെയ്തതെങ്കിൽ അത് ശിക്ഷിക്കപ്പെടില്ലായിരുന്നു. അത് ഞാനും നിങ്ങളൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹത്തെ ധൈര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ ഇംപ്ലിക്കേഷൻ ആർത്തത്ത് നോക്കിയാൽ വലിയ നടപടി നേരിടേണ്ടതാണ്. എന്തുകൊണ്ട് സെൻകുമാറിനെതിരെ നടപടി എടുത്തിട്ടില്ല? സെൻകുമാർ എവിടെയൊക്കെയോ ചേർന്ന് പോകുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ജേക്കബ് തോമസ് ആണെങ്കിൽ ജേക്കബ് തോമസിനെതിരെ നടപടി ഉണ്ടാവുകയായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. 2, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജേക്കബ് തോമസ് ആണെങ്കിലും ഇദ്ദേഹമാണ് ഞാനാണെങ്കിലും നമ്മളൊക്കെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണെങ്കിലും നമ്മളൊക്കെ ഇവിടുത്തെ പൗരന്മാരാ. ഇവിടുത്തെ പൗരന്മാരുടെ മൗലിക അവകാശം നമുക്കുണ്ട്. ഈ പൗരന്മാരുടെ മൗലിക അവകാശം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഏത് രീതിയിൽ ഉപയോഗിച്ചു എന്നാ ജേക്കബ് തോമസ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിന് വെയിറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാ? ജേക്കബ് തോമസ് ആ ഒരു പദവിയിൽ ഇരുന്നതിനെ പ്രതികരിച്ചു, അതിന് കൃത്യമായ നോട്ട് എഴുതി. എന്നാൽ മോഹന്തിനെ പോലുള്ള ആളുകൾ മറ്റെന്താ ഉദ്ദേശം നമ്മൾ സംശയിക്കേണ്ട, അല്ലെങ്കിൽ നെക്സസിന്റെ ഭാഗം എന്നൊക്കെ നമ്മൾ സംശയിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ അങ്ങനെ ഒരു ജേക്കബ് തോമസിനെ പോലെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണുന്നില്ല, അങ്ങനെ നോട്ട് എഴുതി നമ്മൾ കാണുന്നില്ല. ഇവിടെ വന്ന് പറഞ്ഞു എന്നല്ലാതെ, അല്ലെ നാളെ നോട്ട് കൊണ്ടുപോയിട്ട് അന്നപ്പോൾ ഞാൻ തിരുത്തി പറയാം. യെസ്, അത്തരം സ്ഥിതി നിൽക്കുമ്പോൾ ഷഫീർ, ഉദ്യോഗസ്ഥർക്ക് ഈ ഉദ്യോഗസ്ഥരെ തിരുത്തേണ്ടവരാണ്. അതാണിപ്പോൾ ഡോക്ടർ വേണുമോഹൻ പറഞ്ഞ കാര്യവും. ഉദ്യോഗസ്ഥരെ തിരുത്തേണ്ടതാണോ രാഷ്ട്രീയ നേതൃത്വം? ഈ രാഷ്ട്രീയ നേതൃത്വത്തെ തിരുത്തേണ്ടവരാണോ ഉദ്യോഗസ്ഥർ? ആ തർക്കം നിലനിൽക്കുമ്പോഴാണ് എനിക്ക് ഷഫീറിനോട് ചോദിക്കേണ്ടത് അതൊന്നും അല്ല ഷഫീറെ. എനിക്കതൊന്നും, ഷഫീറിന്റെ വാദഗതികളൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആദ്യമേ പറയും, കാണുന്ന പ്രേക്ഷകരും പറയും ഷഫീർ ദാ ഇന്നതാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും പറയും. ആ കുപ്പായം കണ്ടാൽ തന്നെ അത് ഏത് തരത്തിലെന്ന് പറയും. അതൊന്നും അല്ല വിഷയം. എൻ്റെ ചോദ്യം, ഈ KPCC പ്രസിഡന്റിന് എന്തുകൊണ്ട് ഒരു നാവ് വരുന്നു, ഒരു സത്യസന്ധതയുടെ നാവ് ഇക്കാര്യത്തിൽ വരുമ്പോൾ ഈ ചർച്ചയിലെങ്കിലും എന്ന് ഞാൻ പറയും, എൻ്റെ ഷഫീറെ ഒന്ന് VM സുധീറിന് ഒരു പിന്തുണ കൊടുത്തുകൂടെ? അല്ല, ഞാൻ കഴിഞ്ഞ ചർച്ചകളിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞു. ഇന്നത്തെ ചർച്ചയിൽ ഞാൻ പറയുന്നത് അറിയോ, ഇപ്പോൾ കടമക്കുടി വന്നു, കരുണ എസ്റ്റേറ്റ് വന്നു, മെത്രാൻ കായൽ വന്നു, ഈ ഇഷ്യൂസ് എല്ലാം വന്നപ്പോൾ ഇന്നിപ്പോൾ ഇതുപോലുള്ള ചാനലുകളിൽ ഒരു ചർച്ച ഈ ഗവൺമെന്റിനെതിരായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഗവൺമെന്റിനെതിരായിട്ടുള്ള വടികൾ ഗവൺമെന്റിന്റെ ഉത്തരവിന്റെ മറവിൽ ഉണ്ടായി എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഈ ഗവൺമെന്റിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാവണമെങ്കിൽ ഇതുപോലുള്ള വിവാദ ഉത്തരവിലൂടെ ജനങ്ങളെതിരാവാൻ പാടില്ല എന്ന ഒരു KPCC പ്രസിഡന്റ് ശരിയായ തീരുമാനം ഇതൊരു ചർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇട്ട ഉത്തരവുകൾ വിവാദ ഉത്തരവുകൾ എന്ന് പേര് താങ്കൾ വളരെ 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 എന്താ കാൽക്കുലേറ്റഡ് ആയിട്ട്, ഒരു കാൽക്കുലേറ്റഡ് കണ്ണിങ് പൊളിറ്റീഷ്യന്റെ വാക്കുകളാണ് വിവാദ ഉത്തരവുകൾ. എനിക്ക് ചോദിക്കാനുള്ളത്, ഉത്തരവുകൾ എന്തുകൊണ്ടാണ് വിവാദമാകുന്നത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഉത്തരവുകൾ എന്തുകൊണ്ടാണ് വിവാദമാകുന്ന കാര്യം പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഇത്രയും ഇവിടെ ഒരുപാട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ നിമിഷം വരെ ഈ അവസാന ദിവസങ്ങളിൽ ഇട്ടു എന്ന് പറയപ്പെടുന്ന ഉത്തരവിനെതിരെ ഏതെങ്കിലും ഒരു പൊതു താല്പര്യ ഹർജി
കോടതിയിൽ വന്നു. വീണ്ടും കോടതി. ഒരു എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഞാൻ ഇനി തിരിച്ച് ഫക്രുദ്ദീൻ എടുത്ത് ചോദിക്കണം, താങ്കൾ കോടതി അതൊന്നും വേണ്ട ഷഫീറെ. എന്റെ ചോദ്യം എന്താ? വളരെ കൃത്യമല്ല. എന്റെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കും. എന്റെ ചോദ്യം എന്താ? താങ്കൾ പറഞ്ഞു വിവാദ ഉത്തരവുകൾ ആണ് പ്രശ്നം, ആ വിവാദ ഉത്തരവുകൾ പാടില്ല എന്ന് ആര് പറഞ്ഞു? KPCC പ്രസിഡന്റ് പറഞ്ഞു വിവാദ ഉത്തരവുകൾ പാടില്ല. എന്റെ ചോദ്യം, എന്തുകൊണ്ട് മെത്രാൻ കായലായാലും കരുണ എസ്റ്റേറ്റ് ആയാലും ഹോപ്പ് കമ്പനി ആയാലും കൊച്ചിയിലെ ഈ വനഭൂമി കൈമാറ്റങ്ങളായാലും കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതായി കഴിഞ്ഞാലും ഈ ഉത്തരവുകൾ എന്തുകൊണ്ട് വിവാദമായി എന്നതാണ് ഈ ഉത്തരവുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഉത്തരവിന്റെ പലതിന്റെ കോപ്പി എൻ്റെ ഉണ്ട്. ഈ ഉത്തരവുകളിൽ ഒരിടത്തും തന്നെ നിയമവിരുദ്ധമായ ഒരു ക്ലാസും ഇല്ല. അങ്ങനെയാണെങ്കിൽ അതായത് ഉത്തരവുകൾ വിവാദമാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഷഫീർ പറയുന്നു ഉത്തരവുകളിൽ നിയമവിരുദ്ധമായ ഒരു ക്ലാസും ഇല്ല. എന്നാൽ ഒന്നും കൂടി ഇതിനെതിരെ പ്രതികരിച്ച VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉത്തരവുകളിൽ പാലിക്കപ്പെടേണ്ട നിയമപരമായി കമ്പള ചെയ്യേണ്ട എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ മെത്രാങ്കായൽ വിഷയം വന്നു, കരുണ എസ്റ്റേറ്റിന്റെ വിഷയം വന്നു. അപ്പോഴെല്ലാം UDF സർക്കാരിനെ ഒരു പുകമറയിൽ നിർത്താൻ പ്രതിപക്ഷത്തിനും ഇതുപോലുള്ള മാധ്യമങ്ങൾ കഴിയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഈ ചർച്ചയും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എന്തായാലും ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച കൺഫ്യൂഷൻ ആവാൻ പാടില്ല, ഒരാൾ കാണുന്നെങ്കിൽ ഒരാളും. എന്റെ ചോദ്യം വളരെ കൃത്യമാണ്. വിവാദ ഉത്തരവുകൾ എന്ന് താങ്കൾ പറയുമ്പോൾ വിവാദ ഉത്തരവുകൾ പിൻവലിക്കണം എന്ന് KPCC പ്രസിഡന്റ് പറയുമ്പോൾ താങ്കൾ പറയുന്നു ഇതെല്ലാം നിയമവിധേയമാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഈ ഉത്തരവുകൾ വിവാദമാകുന്നത്? താങ്കളുടെ വാക്കാണ്, അതിന് താങ്കൾക്കൊരു മറുപടി ഉണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നേരത്തെ എന്റെ ചോദ്യത്തോട് ഉത്തരവാണെങ്കിൽ ഈ അൺലോഫുൾ ആണോ? അൺലോഫുൾ ആയിട്ടുള്ള ഓർഡർ അല്ല. എന്നാൽ ഈ ഉത്തരവുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കകത്തൊരു ചർച്ച ഉണ്ടായില്ല. കൺസെന്റ് പരവൂരിലെ സ്ഥലങ്ങൾ പതിച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ MLA അറിഞ്ഞില്ല. 3 കളക്ടറുടെയും ചീഫ് സെക്രട്ടറിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു മിനിറ്റ്. ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്ത കരുണ എസ്റ്റേറ്റിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും അവസാന പകർപ്പ് ജില്ലാ കളക്ടർ, ചീഫ് സെക്രട്ടറി മുതൽ താലൂക്ക് ലാൻഡ് ബോർഡ് വരെയുള്ള അതല്ല. ഇത് കൃത്യമായി നമ്മൾ കാര്യങ്ങൾ പറയണം. അതായത് അവസാനം പോകണം. എന്റെ ഷഫീറെ ക്യാബിനറ്റ് ഡിസിഷൻ ആണ്. ഈ ചർച്ചയിൽ നമ്മൾ തെറ്റിദ്ധാരണ വരുത്താൻ പാടില്ല. ക്യാബിനറ്റ് ഡിസിഷൻ പറയുന്നു, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇത് വില്ലേജ് ഓഫീസുകൾ കാണൂ, ഇത് ഇന്നത് കാണൂ. ക്യാബിനറ്റിൽ മുകളിൽ ഇരുന്നിട്ട് പറയുകയാണ് 570 കോടി. ഞാൻ ഉദാഹരണമാണ് പറയുന്നത്. 570 ഏക്കർ ഭൂമി ഇന്ന ആൾക്ക് ഞാൻ പറയട്ടെ പ്ലീസ്. ഞാൻ എക്സോർവൈ നമ്മൾ പേരൊന്നും പറയുന്നില്ല. എന്നുള്ളൊരു മുതലാളിക്ക് ഈ കൊച്ചി പ്രദേശത്തെ 570 ഏക്കർ ഭൂമി പതിച്ചു നൽകാൻ ഈ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നു. പറയട്ടെ, ഇത് കൺസേൺഡ് വില്ലേജ് ഓഫീസുകളിൽ പോകട്ടെ, തഹസിൽദാർ ഓഫീസുകളിൽ എന്നെഴുതിയാൽ ഒരാൾക്ക് 570 ഏക്കർ സർക്കാർ ക്യാബിനറ്റിൽ വെച്ചുകൊണ്ട് പതിച്ചു കൊടുക്കാൻ കഴിയില്ല. ആദ്യം എന്താണെന്നറിയോ? വില്ലേജ് ഓഫീസർ മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥരിലൂടെ വരാതെ പതിച്ചു കൊടുക്കാൻ കഴിയില്ല. ഷഫീർ, അതാണ് വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വില്ലേജ് ഓഫീസർ മുതൽ താങ്കൾ തന്നെ പറയുന്ന ഈ ഉത്തരവുകൾ വിവാദമാകാൻ കാര്യം അതിലെല്ലാം ലോഫുൾ ക്ലാസ് ഉള്ളപ്പോൾ അൺലോഫുൾ പ്രൊസീജിയർ ഞാൻ പറയുന്നു, താങ്കൾ പറയുന്നു അതിലൊന്നും അൺലോഫുൾ ക്ലോസ് ഇല്ല. ഞാൻ പറയുന്നു അൺലോഫുൾ ക്ലോസ് ഇല്ല. താങ്കൾ പറഞ്ഞു ലോഫുൾ ക്ലോസസ് ആണ്. പക്ഷേ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടായി. പ്രൊസീജിയേഴ്സ് അൺലോഫുൾ എന്ന് പറയുമ്പോൾ പ്രദീപ്, എനിക്ക് അതിനകത്തുള്ള ഒരു പോയിന്റ് എന്നാണെന്നറിയോ, നമ്മൾ ഈ പറയുന്ന ഒരു തീരുമാനം നിയമപരമായ രീതിയിൽ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും എത്തിക്കലായ രീതിയിലും ജനോപകാരപ്രദമായിട്ടും ശരിയായ കാര്യങ്ങളാകണമെന്നില്ല. 1. ഇനി 2, നിയമപരമായിട്ടും എത്തിക്കലായിട്ടും ജനോപകാരപ്രദമായിട്ടും എല്ലാ തരത്തിലും ശരിയാണ് ഈ പറയുന്ന റിപ്പോർട്ടുകളിലുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരവുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ജനങ്ങൾക്ക് നല്ലതാണ്, സംസ്ഥാനത്തിന് നല്ലതാണ്, വികസനത്തിന് നല്ലതാണ്. എന്നാൽ ഒരു പക്ഷേ ജനങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ തോൽവിക്ക് വഴിതെളിച്ചേക്കാം. അതുകൊണ്ടാണ് ഞങ്ങളത് പിൻവലിക്കുന്നത് അല്ലെങ്കിൽ എതിരെ പറഞ്ഞത് എന്നാണല്ലോ ഷഫീർ പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം എന്താണ്?
അതാണ് ശരിയെന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? തങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ജനോപകാരപ്രദമായ ശരിയായ നിയമപരമായ കേരളത്തിന്റെ വികസനത്തിന് ഉതകുന്ന മന്ത്രിസഭ കൂട്ടുത്തരവാദിത്വത്തോടുകൂടെ ഉദ്യോഗസ്ഥരുടെ ഉപദേശത്തോടുകൂടെ എടുത്ത ഒരു തീരുമാനത്തിനെ സബോട്ടാഷ് ചെയ്യാൻ വേണ്ടി KPCC സർക്കാരിനെ ഉപദേശിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? തങ്ങളുടെ പാർട്ടി ജയിക്കുന്നതിന് വേണ്ടി മാത്രം. അപ്പോൾ ഈ പറഞ്ഞ ഉത്തരവുകൾ ശരിയാണ് എങ്കിൽ എടുത്ത തീരുമാനം, പിൻവലിക്കാൻ എടുക്കുന്ന തീരുമാനം അതിനേക്കാൾ വലിയ തെറ്റാണ്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ശരി, ഒരു വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ശരിക്ക് വേണ്ടി എടുത്ത തീരുമാനത്തിനെ സ്വന്തം പാർട്ടി ജയിക്കുന്നതിന് വേണ്ടി പിൻവലിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഷഫീർ പറഞ്ഞതാണ് ശരിയെങ്കിൽ, നിയമപരമായും എത്തിക്കലായിട്ടും ജനോപകാരപ്രദമായിട്ടും ശരിയായിട്ടുള്ള തീരുമാനമാണ് എങ്കിൽ, പഠനത്തിന് ശേഷം എടുത്തതാണെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കലിലൂടെ അല്ല ആ തീരുമാനം എടുത്തത് എങ്കിൽ, അത് പിൻവലിക്കുന്നത്, തന്റെ നല്ല പേരിന് വേണ്ടി അത് പിൻവലിക്കുന്നത് ഏറ്റവും വലിയ കുറ്റമല്ലേ? യെസ്, ആ കുറ്റം നിലനിൽക്കുമ്പോൾ തന്നെ എനിക്ക് മറ്റൊരു ചോദ്യം കൂടെ അതിനോട് ആഡ് ചെയ്യാനുണ്ട്. ഇടവേളയ്ക്ക് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ തീർത്തും നിയമപരമായി ചെയ്യുന്ന ഉത്തരവുകൾ, വിവാദ ഉത്തരവുകൾ, അത് വിവാദമാകുമ്പോൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ, മാധ്യമങ്ങൾ, നാം ഇതുപോലെ ചർച്ച ചെയ്യുമ്പോൾ, ഒരുപക്ഷെ പീപ്പിൾ TV ആണ് ഇതൊക്കെ ആദ്യം ചർച്ച ചെയ്തത്, നമ്മളെല്ലാം പാനലിസ്റ്റുകളായിരുന്നു, വിവരാവകാശ നിയമത്തിന്റെ ക്ലോസുകൾ അടക്കം. അങ്ങനെയാണെങ്കിൽ തീർത്തും നിയമപരമായി മാത്രം മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനത്തിൽ നിന്ന് ആ മന്ത്രിസഭയുടെ നാഥൻ മുഖ്യമന്ത്രി എന്തിന് പിൻവാങ്ങണം? ഉത്തരവ് പരിശോധിക്കാമെന്നും തിരുത്താമെന്നും ഉമ്മൻചാണ്ടി എന്തിന് പരസ്യ പ്രസ്താവന നടത്തണം? ഭൂമി കൈമാറ്റത്തിന്റെ ഉത്തരവുകൾ അതടക്കം വിവാദ ഉത്തരവുകൾക്ക് ഉദ്യോഗസ്ഥർക്ക് ഒരു പങ്കുമില്ല, ഉത്തരവാദിത്വം മന്ത്രിമാർക്കാണെന്നും ചീഫ് സെക്രട്ടറി പറയുമ്പോൾ, ഡോക്ടർ വേണുമോഹൻ, നാം നേരത്തെ ചോദിച്ചു നിർത്തിയ ചോദ്യമാണ് ഈ ചർച്ചയിൽ നിന്ന് അവസാനമായി വരുന്ന കാര്യം. വിവാദ ഉത്തരവുകൾ വിവാദമാകുന്നത് എങ്ങനെ? അത് ഒന്നുകിൽ നിയമവിധേയമല്ലാതിരിക്കണം, അല്ലെങ്കിൽ ജനദ്രോഹപ്രദമായിരിക്കണം. രണ്ട് കാര്യങ്ങളാണ്. ധാർമ്മികത ഇല്ലാതാകണം. ഒന്നുകിൽ നിയമപരമല്ലാതാകണം, അല്ലെങ്കിൽ ധാർമ്മികത ഇല്ലാതാകണം. ഇനി നിയമവും ധാർമ്മികതയും ഒന്നായാൽ ജനങ്ങൾക്കെതിരാകണം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമപ്രാധാന്യമെങ്കിൽ ആ വാദഗതികൾ എല്ലാം നാം അംഗീകരിച്ചാലും ഇത് സമ്മതിച്ചുകൊണ്ട് എന്തിനാണ് പിന്നെ ഈ വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രി ഇതെല്ലാം ഞാൻ തിരുത്താമെന്ന് പറഞ്ഞു? താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഞാൻ പറഞ്ഞത്, ഒരു ഗവൺമെന്റ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവരെല്ലാം പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. ഈ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ, ഇപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം LDF-ൽ ഇന്നാണ് തീർന്നത്, UDF തീരാൻ പോകുന്നേ ഉള്ളൂ. ഈ സമയത്ത് അനാവശ്യമായ ഉത്തരവുകൾ അനേകം വരും, ഉദ്യോഗസ്ഥ ലോബികൾ കൊണ്ടുവരും. ഇതൊക്കെ ക്യാബിനറ്റിൽ വരുമ്പോഴത്തേക്ക് നേരത്തെ പോലെ അവർക്ക് ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടില്ല. വളരെ ചർച്ച ചെയ്യാതെ തന്നെ പലതും പാസ്സാക്കേണ്ട ഒരു സ്ഥിതി വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനാണ് അവിടെ ഇരുത്തിയേക്കുന്നത് ചീഫ് സെക്രട്ടറിയെ. ചീഫ് സെക്രട്ടറി അത് പറയണം. കാരണം ഈ സമയം എന്ന് പറയുന്നത്, കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, ഇലക്ഷൻ അങ്ങനെയാണെങ്കിൽ ഈ മുഹന്തി സ്ഥാനമേറ്റിട്ട് എത്ര നാളായി? മുഹന്തി ചീഫ് സെക്രട്ടറി 4 മാസം കണ്ടായിട്ടുള്ളൂ. മുഹന്തിയോ ചീഫ് സെക്രട്ടറി? അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പിരുന്ന ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുമ്പോൾ ഈ സർക്കാർ എവിടെ നിയമിച്ചു? ഫക്രുദ്ദീൻ ഉപദേശകനായി. അങ്ങനെ ഒരു ഉപദേശക സ്ഥാനം, കോടികൾ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിക്കൊണ്ട് പോയൊരു ചീഫ് സെക്രട്ടറിയെ ഉപദേശകനാക്കുന്നു. ആ ചീഫ് സെക്രട്ടറിയുടെ കാലത്ത് ആ ചീഫ് സെക്രട്ടറിയുടെ ഒത്താശയോടുകൂടി നടന്ന കാര്യങ്ങൾ, എല്ലാം ചെയ്ത കാര്യങ്ങൾ, ഞാൻ അതല്ല പറയുന്നത്, ഇതൊരു ഡൗട്ടാണ്. താങ്കൾ പറയുന്ന കാര്യമാണെങ്കിൽ ഇതിനൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതുമുതൽ അതായത് കാലാവധി തീർന്ന ചീഫ് സെക്രട്ടറിയെ ലക്ഷങ്ങൾ മുടക്കി ഇല്ലാത്തൊരു തസ്തിക സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ ഉപദേശകനാകാമെങ്കിൽ ഫക്രുദ്ദീൻ പറയുന്ന നെക്സസിൽ മുഹന്തി, താങ്കൾ പറയുന്ന മൗനം മുഹന്തിക്ക് ചിലപ്പോൾ ജേക്കബ് തോമസ് ഉൾപ്പെടെയുള്ളവർ കരയുന്നത് പോലെ കരയേണ്ട സാഹചര്യമായിരിക്കാം. ഭൂമി കൈമാറ്റത്തിൻ്റെതടക്കം വിവാദ ഉത്തരവുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രിമാർക്ക് മാത്രമാണെന്ന് ചീഫ് സെക്രട്ടറി PK മൊഹന്തി. ഫക്രുദ്ദീൻ, നാം നേരത്തെ പറഞ്ഞതുപോലെ, അതായത് സംരക്ഷിക്കപ്പെടും ഉദ്യോഗസ്ഥർ, പാറ്റൂർ ഭൂമി ഇടപാട്, ഓരോ ഭൂമി ഇടപാടുകൾ, വിവാദമായ കാര്യങ്ങൾ, ഈ 5 വർഷം അവിടെയൊക്കെ താഴെക്കടയിലെ വില്ലേജ് ഓഫീസർ മുതൽ മുകൾ തട്ടിലെ IAS ഓഫീസർക്ക് വരെ ഇരിപ്പിടം നൽകാതെ ഓട്ടിച്ച് എവിടെയാണെന്ന് അറിയിക്കാതിരിക്കുമ്പോഴാണ് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി മുഖ്യമന്ത്രിക്ക് ഒരു സ്പെഷ്യൽ ഉപദേശകൻ ഈ സംസ്ഥാനത്ത്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും പറയുന്നു ഇവരൊക്കെ ഇതിന്റെ ഇടയിൽ നാം കാണുന്ന ഒരു ജനാധിപത്യ കേരളം. എനിക്ക് മറ്റൊന്നുമല്ല,
ഈ സർക്കാർ ഇതിനെയൊക്കെ ഏതു തരത്തിലാണ് ഹൈജാക്ക് ചെയ്യുന്നത്? ഞാൻ സുഗതകുമാരിയെ വീണ്ടും അടിസ്ഥാനപ്പെടുത്തുകയാണ്. ലജ്ജാവഹമായ ഇത്തരം കാര്യങ്ങൾ, ഇത് ജനാധിപത്യ പ്രക്രിയ അല്ല എന്ന് സുഗതകുമാരി പറയുമ്പോൾ നമ്മുടേതായ ചർച്ചയല്ല കാര്യങ്ങൾ. എവിടെ നിൽക്കുന്നു ഈ സർക്കാരിന്റെ ഗതികേട്? ഇത് നമ്മളെ വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഈ വിഷയത്തിൽ ഞാനിങ്ങനെ തുറന്നു പറയുന്നത് അടുത്ത ഇലക്ഷൻ LDF വരുമെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് കാരണം LDF വന്നാൽ ഈ ഉദ്യോഗസ്ഥരുടെ ഈ പ്രശ്നങ്ങളുണ്ട്, ഇവരുടെ ഒരു നെക്സസ് ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരും. ഇത് ഏറ്റവും ശക്തമായിട്ട് നിലനിർത്തി കൊണ്ടുവന്നതും ഏറ്റവും ശക്തമാവുന്ന കോൺഗ്രസ് വരുന്ന സമയത്താണ്. ഇപ്പൊ LDF വരുന്ന സമയത്ത് സുധാകരനെ പിണറായി വിജയനൊക്കെ ഇവർക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഈ പലരും പിണറായി വിജയനെതിരെ ലാവ്ലിംഗ് കേസിൽ ഇവരെതിരായിട്ട് വന്നത്. പക്ഷേ കോൺഗ്രസ് വരുമ്പോൾ ഇവർക്ക് പൊതുവെ അനുകൂലമായിട്ട് അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. ആ ഊർജ്ജം എടുത്തുകൊണ്ട് ആ ഊർജ്ജം പരമാവധി മുതലാക്കിക്കൊണ്ട് ഇതിന്റെ ഭാഗമായിരുന്ന പരമാവധി സാധനങ്ങൾ നേടിയെടുക്കുക, ഇതാണ് ഇവരുടെ ഒരു പൊതു അജണ്ട. അതാണ് ജിജി തോംസന്റെ കാര്യത്തിലെല്ലാം തന്നെ നമ്മൾ കണ്ടത്. പിന്നെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ഓഗസ്റ്റ് 15 എന്ന സിനിമയിൽ ഒരു DGP ഉണ്ടല്ലോ, അയാൾ പറയുന്നുണ്ട് UDF ഭരിക്കുന്ന സമയത്ത് മനോരമ വീക്ഷണം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF ആണ് ഭരിക്കുന്നതെങ്കിൽ ദേശാഭിമാനി മുകളിൽ വരുന്നത്. ഇതാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അജണ്ട. ഈ ഉദ്യോഗസ്ഥന്മാരുടെ അജണ്ട മനസ്സിലായിക്കൊണ്ട് നട്ടലോടുകൂടി നിൽക്കാൻ ആർക്ക് പറ്റണം? സത്യസന്ധരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റും. നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ കണ്ടത് കോൺഗ്രസിൽ അങ്ങനെ കണ്ടിട്ടില്ല, LDF വരുമ്പോൾ കാണുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഊർജം ഷഫീറെ. ആ ഊർജം നിങ്ങൾക്ക് ദോഷമാകുന്നു എന്ന തിരിച്ചറിവിൽ ഈ ചർച്ചയുടെ അവസാന നിമിഷം കൂടെ താങ്കൾക്ക് 1 മിനിറ്റ് സമയം ഷഫീർ. ഇപ്പോ ജിജി തോംസനെ നമ്മുടെ ഉപദേഷ്ടാവാക്കി മാറ്റിയത് വലിയ പാതകമൊന്നുമല്ല. അതിനകത്ത് കാരണം DGP തസ്തികയിലിരുന്ന സിബി മാത്യുവിനെ സർക്കാർ കൊണ്ടുവന്ന പറയണമല്ലോ. മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ നല്ലതാണ്, നിങ്ങൾ നിങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായ പ്രശ്നത്തിന്റെ പേരിലല്ല ഉത്തരവ് പിൻവലിച്ചത്, ധാർമ്മികപരമായി ശരിയല്ല എന്ന് തോന്നല്ല. പെട്ടെന്ന് ഞാൻ പറയാം. ഒന്ന്, ഉപദേശമാണ് പ്രശ്നമെങ്കിൽ, ഉപദേശമാണ് തെറ്റെങ്കിൽ ഈ ഉത്തരവ് പുറത്തു വന്ന സമയത്തെല്ലാം ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക ഉപദേഷ്ടാവായി നിയമിച്ച മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസനെ ഏറ്റവും വലിയ കുറ്റവാളിയായി കാണുകയും തെറ്റായ ഉപദേശം കൊടുത്ത് കുടിയിൽ ചാടിച്ചതിന് കേസിൽ പ്രതിയാക്കുകയും വേണം. ഒന്ന്, അപ്പോ ജിജി തോംസ് ആണല്ലോ ഉപദേശി അവിടെ. ഇനി അടുത്ത് ഒരു നിമിഷം, ശരി, ഇനി അടുത്ത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എടുത്ത തീരുമാനങ്ങളെ എല്ലാം തെറ്റാണ് ആ തീരുമാനങ്ങളെങ്കിൽ, ഭൂമി ഇടപാടിലെടുത്ത തീരുമാനങ്ങളെല്ലാം തെറ്റാണ് ആ തീരുമാനങ്ങളെങ്കിൽ എടുത്ത മന്ത്രിസഭയെ തെറ്റുകാരെന്ന് വിളിക്കാൻ ഷഫീർ ഏട്ടൻ തയ്യാറാവണം. ഇനി അടുത്ത് ശരിയാണ് ആ തീരുമാനം, പക്ഷേ ഇലക്ഷൻ പേടിച്ചുകൊണ്ട് തോൽക്കുമെന്ന് പേടിച്ചുകൊണ്ട് പിൻവലിക്കാനാണ് തയ്യാറായിരിക്കുന്നത് എങ്കിൽ ശരിയായ തീരുമാനങ്ങളെ തോൽക്കുമെന്ന പേടിയുടെയും സ്വാർത്ഥതയുടെയും പുറത്ത് പിൻവലിക്കാൻ എടുത്ത തീരുമാനം തെറ്റെന്ന് പറയാൻ ഇദ്ദേഹം തയ്യാറാവണം. ഇനി അടുത്ത് മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും സാത്വികരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഉദ്യോഗസ്ഥരുടെ നെക്സസ് ഉണ്ട്, IAS ലോബി പോലും പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ പറയാം, പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനും തീരുമാനമെടുക്കുന്നതിനും. പക്ഷേ ജനം സമുന്നതരായി വച്ചിരിക്കുന്നത് ആരെയാ? രാഷ്ട്രീയക്കാരെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് കൂടുതൽ ബഹുമാനം കൊടുക്കുന്നത്. ഉമ്മൻചാണ്ടി ജേക്കബ് തോമസിനെ അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴും ചെറിയ ബഹുമാനമെങ്കിലും ഉമ്മൻചാണ്ടി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഇവരുടെയും മുകളിലാണെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൊരു സ്ഥാനമുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ഇവർ കൊടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെയും തെറ്റായ ഉപദേശങ്ങളെയും ഒക്കെ തെറ്റ് എന്ന് കണ്ടുകൊണ്ട് മാറ്റി നിർത്തുവാനും ഇനി ഈ തെറ്റുമായിട്ട് ഇങ്ങോട്ട് വരരുത്, ഇനി ഇത്തരത്തിലുള്ള തെറ്റുമായിട്ട് എന്റെ പടി കയറി വരരുത്, വന്നു കഴിഞ്ഞാൽ വേറെ സ്വഭാവം മാറുമെന്ന് പറയുവാനുള്ള ധൈര്യം ഉമ്മൻചാണ്ടി കാണിക്കണമായിരുന്നു. അത് കാണിക്കാതെ തെറ്റായ ഉപദേശത്തിന് ഒരു തീരുമാനമെടുത്ത് ഈ തീരുമാനം എടുത്തു കൊടുത്ത മുഖ്യമന്ത്രിയല്ലേ നമ്മളവിടെ കുറ്റക്കാരനെന്ന് കരുതേണ്ടത്? മന്ത്രിസഭയിലെ കുറ്റക്കാരനെന്ന് കരുതേണ്ടത്? ഇനി ഒറ്റ കാര്യം കൂടെ, നിയമപരമായ രീതിയിൽ ശരിയാണെങ്കിൽ, ധാർമ്മികമായി തെറ്റെങ്കിൽ, ധാർമ്മികമായി തെറ്റായ തീരുമാനം നിയമപരമായി ശരിയും ധാർമ്മികമായി തെറ്റുമായ ഒരു തീരുമാനം എന്തിനെടുത്തു സർക്കാർ? നിയമപരമായി ചോദ്യം എന്താ?
എന്തിനായി വെല്ലുവിളിക്കുന്നത്? അത് നിയമപരമായി ഇതിൽ തെറ്റുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് Yes. നിയമപരമായി തെറ്റ് കാണിച്ചുകൊണ്ട് കോടതിയിൽ പോകാൻ പറ്റുമോ? ധൈര്യം ഉണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ പോ. അല്ല, ഉത്തരം പറയണ്ടേ? നിയമപരമായി ഞങ്ങൾ ഇറക്കിയ ഉത്തരവിൽ ഏതെങ്കിലും നിയമപരമായി തെറ്റ് കാണിച്ചുകൊണ്ട് കോടതി പോകാൻ ഒരു പറ്റുമോ? ഒറ്റ നിമിഷം. എങ്കിൽ ചെയ്യ്. നിയമപരമായി നിയമപരമായി ശരിയെന്ന് അംഗീകരിക്കുമ്പോഴും ധാർമ്മിക എന്ന് തന്നെ കരുതിക്കോളൂ. ധാർമ്മികമായി തെറ്റായ തീരുമാനം ഇവർ എന്തിനെടുത്തു? ആ ചോദ്യം നിൽക്കുമ്പോൾ ഡോക്ടർ വേണുമോഹൻ, എനിക്ക് ഇത്രയും ചർച്ച ഇത്രയൊക്കെ വരുമ്പോൾ എനിക്കൊരു ആഗ്രഹം, താങ്കളുടെ ഈ ഖദറിൽ നിന്ന്, താങ്കളുടെ ഈ ചിരിക്കുന്ന മുഖത്തിൽ നിന്ന് പ്രവീൺ സൂചിപ്പിക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ എന്തിനെടുത്തു? ധാർമ്മികമായി എന്തോ ആകട്ടെ, ധാർമ്മികമോ നിയമം, തെറ്റാണ്. അത് ധാർമ്മികമാകട്ടെ നിയമമാകട്ടെ എന്ത് പരിപക്ഷത്തിലായാലും തെറ്റാണെങ്കിൽ ആ തെറ്റായ തീരുമാനം എടുത്തതിനെ കുറിച്ച് ഒന്ന് പശ്ചാത്തപിക്കുന്നുണ്ടോ ഈ നിമിഷം? ഇത് തെറ്റാണെന്ന് ഹൃദയത്തിൽ തൊട്ട് ഈ ഖദറിനെ സാക്ഷ്യപ്പെടുത്തി താങ്കൾ പറയുന്നുണ്ടോ? ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ LDF മന്ത്രിമാരെടുക്കുന്ന ഒരു സ്റ്റാൻഡ് UDF വ്യത്യാസമുണ്ട്. കാരണം ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. കേരളം കണ്ട് ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാറേ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ജനകീയ മുഖമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ ചില അധികാരത്തിന് അപ്പുറം ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ജനകീയ മുഖം, അദ്ദേഹത്തിന്റെ നന്മയാണ്. അദ്ദേഹം തിരുത്താൻ പാടില്ല. അദ്ദേഹം തിരുത്താത്തത് കൊണ്ടാണ് UDF ഭരണ തുടർച്ചയ്ക്കുള്ള സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നത്. കേരളം ഭരിച്ചതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആത്യന്തികമായി ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ കേരളം ഭരിക്കുന്നത് അന്തസ്സായിട്ട് സാർ പറഞ്ഞ പോയിന്റ് എടുത്തു പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെയെല്ലാം കണ്ണടച്ചു കൊടുക്കുന്നതും അംഗീകരിക്കുന്നതും എല്ലാ വിവാദ ഉത്തരവുകളും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രിമാർക്കാണെന്ന് ചീഫ് സെക്രട്ടറി PK മൊഹന്തി അടിവരയിടുമ്പോൾ രാഷ്ട്രീയ കേരളം ഇന്നുവരെ ചർച്ച ചെയ്തിട്ടുള്ള എല്ലാ വിവാദ ഉത്തരവുകളും അതിന്റെ തെറ്റും ശരിയും എവിടെ നിൽക്കുന്നു? ചീഫ് സെക്രട്ടറി അത് പറയുമ്പോൾ ജനാധിപത്യത്തിൽ ജനക്ഷേമമാണ് ഏറ്റവും പ്രധാനമെങ്കിൽ ആ ജനക്ഷേമത്തെ മുൻനിർത്തിയാണോ ആ തെറ്റുകൾ ഞാൻ തിരുത്തും എന്ന് പറയേണ്ട ബാധ്യത ഒരു സർക്കാരിന് ഉണ്ടാകേണ്ടത്? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിരുത്തൽ പ്രക്രിയയിൽ പങ്കാളിയാകുന്ന എല്ലാവർക്കും അതിന്റെ സൂചനകൾ നൽകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.